കൂട്ടുകെട്ടാണ് അവര്. 10-25 വർഷത്തോളമായിട്ട് ഇവര് ഒതായി ചാത്തലൂർ പ്രദേശത്തു നിന്നുള്ള കേരളത്തിലെ ഏറ്റവും നല്ല സമിതിക്കുള്ള ഹായ്, ഞാൻ സുൽഫിക്കർ ഒതായി, അമൃത ന്യൂസിന്റെ ജില്ലയിലെ റിപ്പോർട്ടറാണ്. മലപ്പുറം ജില്ലയിലെ ഒതായി ചാത്തലൂർ പ്രദേശത്തു നിന്നുള്ള തേവശ്ശേരി അബ്ദുൽ ഹമീദും മേക്കളമ്പാറ അയ്യപ്പനും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെയും കാർഷിക സ്നേഹത്തിന്റെയും ഏറ്റവും വലിയ ഉദാഹരണമായിക്കൊണ്ട് 25 വർഷമായി ഒരുമിച്ച് കൂട്ടുകൃഷി ചെയ്ത് വിജയം നേടുന്ന കഥയാണ് ഇവിടെ പറയുന്നത്. ഒതായി കിഴക്കേ ചാത്തലൂരിൽ അയൽവാസികളായ അബ്ദുൽ ഹമീദും അയ്യപ്പനും നാട്ടിലെ സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ പഠനം ആരംഭിക്കുകയും പിന്നീട് സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠനം തുടരുകയും എന്നാൽ ചെറുപ്പത്തിലേ തുടങ്ങിയ കാർഷിക ഭ്രമം അവരെ വഴിപിരിയാതെ ചേർത്തു നിർത്തി. പഠനശേഷം അവർ മറ്റുള്ളവരുടെ തരിശുഭൂമി പാട്ടത്തിനെടുത്ത് നെൽപ്പാടമാക്കി മാറ്റിയും വാഴത്തോപ്പുകൾക്ക് ജീവൻ നൽകിയും ആധുനിക കൃഷിരീതികളെക്കുറിച്ച് പഠിച്ചും അവർ കൃഷിക്കളത്തിലിറങ്ങിയിട്ട് ഇന്നേക്ക് ഏതാണ്ട് 25 വർഷമായി. ഇവരുടെ കൂട്ടുകൃഷിയും സൗഹൃദവും മാതൃകാപരമാണ്. PFPCK മലപ്പുറം ഡെപ്യൂട്ടി മാനേജർ ഷമീർ ടി. അയ്യപ്പൻ ഹമീദ് കൂട്ടുകെട്ട്, ശരിക്കും അയ്യപ്പൻ കോശിയും പിന്നെ ഞാനും പറഞ്ഞാണ് നമ്മൾ സിനിമ കണ്ടിട്ടില്ല, അതുപോലത്തെ അതിലും വലിയൊരു കൂട്ടുകെട്ടാണ് അവര്. 10-25 വർഷത്തോളമായിട്ട് ഇവര് ഷെയർ കൃഷിയായിട്ട് തുടങ്ങിയാണ്. എന്ത് കാര്യത്തിനും ഒരുമിച്ച് ഏറ്റവും നൂതന രീതിയിലാണ് അവരുടെ കൃഷി. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷന്, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിന്റെ കുറവുണ്ടെങ്കിൽ അതിന്റെ ശബ്ദ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അടങ്ങിയിട്ടുള്ള നാനോ ടെക്നോളജി ആയിട്ടുള്ള നാനോ DAP, നാനോ യൂറിയ ഇത് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണ് പരിശോധന ലെവലിലാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-25ഓളം ഏക്കറോളം ചെയ്യുന്നുണ്ട്. 4-5 സ്ഥലങ്ങളിലായിട്ടാണ് ചെയ്യുന്നുള്ളത്. ഏകദേശം 25 വർഷമായി ഞങ്ങൾ രണ്ടാളും ഈ കൂട്ടുകെട്ട് തുടങ്ങിയിട്ട് കൃഷിപ്പണി 25 വർഷത്തോളമായി. വാഴ, പച്ചക്കറിയിൽ നിന്ന് തുടങ്ങി വാഴ, പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. 25 വർഷമായിട്ട് കൃഷി മേഖലയിലാണ്. ഈ 5ാം ക്ലാസ്സിൽ നിന്നൊക്കെ ഞങ്ങൾ പഠനത്തിൽ ഏതാണ് ഈ അച്ഛനെ അങ്ങനെ ആൾക്കാരൊക്കെ കൂടിയാണ്ട് സഹായിച്ചാണ്ട് അങ്ങനെ പിന്നെ ഞങ്ങളതായ ഫീൽഡിലേക്ക് ഇറങ്ങി. പിന്നെ കേരളത്തിൽ ആരൊക്കെ എന്തൊക്കെ വിഷമൊഴുക്കിയാലും ഇവരുടെ മതസൗഹാർദ്ദം തകർക്കാവുന്നതല്ല. അത് കേരളത്തിന്റെ സിരകളിൽ ഒഴുകുന്ന മലയാളികളുടെ പരസ്പര സ്നേഹമാണ്. ഇവരുടെ ഫാമിലി ആഘോഷവേളകളിൽ ഒന്നിക്കും. ഹമീദിന്റെ മക്കൾക്ക് അയ്യപ്പൻ ഇക്കാക്കയാണ്. ഇവരുടെ വ്യത്യസ്ത രാഷ്ട്രീയവും മത ആചാരങ്ങളും വായത്തോപ്പിലെത്തിയാൽ അവർ മറക്കും. ഒന്നിച്ച് ജോലി ചെയ്യും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിന ജോലിയാണ്. ജോലിക്കാരെ കൂടെ അവരും ജോലിക്കിറങ്ങും. ഇവർ ഇപ്പോൾ കൊളപ്പാട്, കുണ്ടുതോട്, മമ്പാട്, ഊർങ്ങാട്ടിരി, പൂക്കോട്ടുംപാടം തുടങ്ങിയ പല സ്ഥലങ്ങളിലായി 25 ഏക്കറോളം സ്ഥലങ്ങളിൽ പാട്ടത്തിനടുത്ത് കൂട്ടുകൃഷി ചെയ്യുന്നു. വാഴയാണ് പ്രധാന കൃഷി. എന്നാൽ പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, നെൽകൃഷി എല്ലാം അവർ ചെയ്യുന്നു. വിവിധ സമയങ്ങളിൽ ഇവർക്ക് എടവണ്ണ കൃഷിഭവനിൽ നിന്നും PFPCKയുടെയും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ തന്നെ ഇവരെ കാണുന്നത് ഒതായിൽ എടപ്പറ്റ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വർഷം നടന്ന PFPCKയുടെ പരിപാടിയിൽ ഇവരെ ആദരിക്കുന്ന സമയത്താണ്. ഇവരുടെ ഹരിത താൽപര്യത്തോടൊപ്പം എടവണ്ണ കൃഷിഭവനും ഒതായിലെ PFPCKയും ഒതായി കർഷക സമിതിയും വിവിധ സപ്പോർട്ടുമായി ഒപ്പമുണ്ട്. വളരെ നേരത്തെ ഒതായി ചാത്തലൂർ പ്രദേശത്ത് കൃഷി തന്നെയാണ് ആളുകളുടെ പ്രധാന ഉപജീവന മാർഗം. ആദ്യകാലത്ത് ഒതായിൽ കൃഷിക്കാർക്ക് KHDP എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി വിപണിയുമായി ബന്ധപ്പെട്ട് ആദ്യമായി തുടങ്ങിയ സ്വാശ്രയ കർഷക സംഘം SKS, ഇത് ഒതായിൽ ആദ്യം തുടങ്ങുന്നത് KHDPയുടെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന സൗദ മാഡമായിരുന്നു. 1996 ഒതായി സ്വാശ്രയ കർഷക സമിതിയുടെ സ്ഥാപക പ്രസിഡന്റ് ഹുസൻ ബാപ്പു കാഞ്ഞിരാലയായിരുന്നു. അതായത് എന്റെ ഉപ്പ. ഈ രംഗത്ത് ഉപ്പയുടെ സേവനം പുതിയ കെട്ടിട ഉദ്ഘാടന വേളയിൽ പ്രത്യേകം PK ബഷീർ, PV അൻവർ, ഇബ്രാഹിം എടപ്പറ്റ എന്നിവർ പരാമർശിച്ചിരുന്നു. അവർ ഇറക്കിയ സോവനറിലും അത് കാണാം. സെക്രട്ടറി ആയിരുന്ന നാരായണൻ, MK അഹമ്മദ്, മധുരക്കറിയൻ കോയാപ്പു, KP അയ്യപ്പൻ തുടങ്ങിയ പഴയകാല കർഷകർ അതിന്റെ ഭാഗമായിരുന്നു. PFPCKയുടെ ഡെപ്യൂട്ടി മാനേജർ ഷമീർ ടിയുടെയും ഒതായി കർഷക സമിതിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു SKSന് സ്വന്തമായി ഒരു കെട്ടിടം എന്നത്. ആവശ്യത്തിന് ആദ്യം ഷെയർ ഫണ്ട് കണ്ടെത്തുന്നതിന് സമീപിച്ചത് ഹുസൻ ബാപ്പുവിനെയായിരുന്നു. ഹുസൻ ബാപ്പു അത് സന്തോഷത്തോടെ നൽകി ഉദ്ഘാടനം ചെയ്യുകയും അബ്ദുൽ ഹമീദും അയ്യപ്പനും അടക്കം നിരവധി നാട്ടിലെ കർഷകർ വലിയ സംഖ്യ ഷെയർ ഫണ്ട് നൽകുകയും ഇതിന്റെ ഭാഗമായി ആ കെട്ടിടം പൂവണിഞ്ഞു.
കേരളത്തിലെ ഏറ്റവും വലിയ കർഷക സമിതി എന്ന ബഹുമതിയും ഇവർക്ക് കിട്ടി. ഏറ്റവും നല്ല സമിതിക്കുള്ള ഒരു അവാർഡ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടി. ഏകദേശം 300ഓളം സമിതികളിൽ വെച്ച് കണ്ടാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് ഏറ്റവും വലിയ ഇത് പറയുന്നത് ഈ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ പറയുന്നത് ഈ 10, 250, 300ഓളം കർഷകർ അവരെ വിയർപ്പിന്റെ പൈസ എടുത്തിട്ടാണ് ഈ ഇത് തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 35-40 ലക്ഷം രൂപേന്റെ സ്ഥലം ഒതായി അരീക്കോട് റോഡിൽ അവര് മേടിച്ചു. അതിന് നേരെ സർക്കാർക്ക് എഴുതി തന്നു. സർക്കാരിൽ നിന്നും VAPCക്കിൽ നിന്നും നമ്മൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിൽ നിന്നും നമ്മൾ 25 ലക്ഷം രൂപ മുടക്കി ഒരു ബിൽഡിംഗ് വിപണന കേന്ദ്രം ആരംഭിച്ചു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് 40 ലക്ഷത്തോളം രൂപ ഈ 10-200 കർഷകർ കൂടുന്ന ആ കൂട്ടായ്മ എടുത്തിട്ടുണ്ടെങ്കിൽ, സർക്കാർക്ക് എഴുതി കൊടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം ആ സമിതിയെ അത് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ സമിതി മുഖാന്തരം വിൽപ്പന ചെയ്തിട്ടുള്ള ഫസ്റ്റും സെക്കൻഡും നേടിയിട്ടുള്ള 2 വ്യക്തികളാണ് ഈ അമീദും അയ്യപ്പനും. ഏകദേശം 20 ലക്ഷത്തോളം രൂപയുടെ വിപണനം നടത്താൻ പറ്റിയിട്ടുണ്ട്. അമിതാക്കും തന്നെ 18 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ വിപണന മുഖാന്തരം വിപണനം നടത്താൻ എല്ലാ പ്രാവശ്യവും ഏകദേശം ആ ഒരു റേഞ്ചിൽ വിപണനം നടത്താൻ പറ്റുന്നുണ്ട്. പിന്നെ VAPCക്ക് എന്നുള്ള സഹായങ്ങൾ നമ്മൾ പെർമനന്റ് സെമി പന്തല്, അതുപോലെ തന്നെ സോളാർ ഫെൻസിങ്, പിന്നെ ഏരിയ എക്സ്പാൻഷൻ സ്കീമായിട്ടുള്ള വാഴന്റെ ഏരിയ എക്സ്പാൻഷൻ സ്കീം, അതുപോലെ തന്നെ പച്ചക്കറിയുടെ ഏരിയ എക്സ്പാൻഷൻ സ്കീം, പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ, SHM പദ്ധതിയോടുകൂടിയുള്ള തുള്ളിനന സംവിധാനം, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VAPCക്കുമായിട്ട് നല്ലൊരു ലൈസൻസിലാണ് പോകുന്നത്. അതുപോലെ തന്നെ കൃഷിഭവനിലുള്ള എല്ലാ സ്കീമുകളും അതും മേടിച്ചെടുക്കുന്നുണ്ട്. കൃഷിഭവനിലുള്ള അവാർഡും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് എല്ലാ ഇതിന് സമ്മിശ്ര കർഷകനുള്ള അവാർഡ് കാര്യങ്ങളും അതും കിട്ടിയിട്ടുണ്ട്. ഇടവണ്ണ കൃഷിഭവന്റെ ഇതിലെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കൃഷിഭവനും VAPCക്കും നല്ലൊരു ലൈസൻസിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഉസംബാപ്പുവിനോടൊപ്പം ചെറുപ്പക്കാരായ ഹമീദും അയ്യപ്പനും ഒപ്പമുണ്ടായിരുന്നു. ഉസംബാപ്പുവിൽ നിന്ന് കൃഷിപ്പാഠങ്ങൾ അറിഞ്ഞ് വളർന്നവരാണ് അവർ. എന്നാൽ SKSSന്റെ ആദ്യ രൂപം ഒതായിക്ക് മുമ്പ് ചാത്തലൂരിൽ തുടക്കം കുറിച്ച ആളായിരുന്നു അബ്ദുൽ ഹമീദ് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. സ്റ്റേറ്റ് ലെവലിൽ കൃഷി അവാർഡുകൾ നേടിയ ഉണ്ണി അടക്കമുള്ളവർ ചാത്തലൂരിൽ നിന്നാണ് എന്നതും ഇവിടെ പറയേണ്ടതുണ്ട്. ഇന്ന് VFPCക്ക് സ്വന്തമായ ഒരു കെട്ടിടം ഒതായിയിലുണ്ട്. സേവനങ്ങളാണ് എടവണ്ണ കൃഷിഭവനും VFPCKയും കൃഷിക്കാർക്ക് നൽകുന്നത്. ഏതാണ്ട് 350 കർഷകർ ഇവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇത്തരം ഒരു സംരംഭത്തിൽ തുടക്കം മുതൽ ഭാഗമായിരുന്നു എന്നത് അബ്ദുൽ ഹമീദിനും അയ്യപ്പനും എക്കാലത്തും സന്തോഷിക്കാൻ വക നൽകുന്നു. സുൽഫിഖ് റദായി.